പയർ വെച്ച് നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതൊരു കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിതാ ഇവിടെ പയർ എടുത്തിട്ടുണ്ട്. അധികം മൂത്ത പയറാവരുത്, ഇതുപോലെ ഇളയ പയർ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് നമുക്കിതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുക്കുന്ന പോലെ. ഇപ്പോൾ എല്ലാം തന്നെ ഞാനിതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഇനി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ 2 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു സവോള ഞാൻ ഇതുപോലെ നേരിയതായി മുറിച്ചിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ, തിന്നായി വേണം മുറിച്ചെടുക്കാൻ. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും സവോള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ ആ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ കൂടി ചേർത്ത് കൊടുക്കാം. പയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒന്ന് വാടി വരുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. പയറും സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5-6 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും 1 പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. വെറുതെ ഒന്ന് ഇടിച്ച് എടുത്താൽ മാത്രം മതി. ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളുടെ ഒരു പച്ച മണമൊന്ന് മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ എല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഞാൻ വീണ്ടും ഒരു 2 മിനിറ്റ് സമയം മൂടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, തക്കാളി അരച്ചത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതേപോലെ മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് ഇത് നന്നായി തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഈ തക്കാളി പേസ്റ്റിലാണ് ഇത് വെന്ത് കിട്ടുന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.